മക്കളെ മുംബൈയിൽ ഒരു കല്യാണത്തിലെ കാഴ്ചകളാട്ടെ കാണുന്നത്. മറ്റേ നാഷണൽ ഹജ്ജ് ഹൗസിലാട്ടെ ഈ കല്യാണം നടക്കുന്ന മുസ്ലിങ്ങളെ കല്യാണമാണ്. അടിപൊളി റിസപ്ഷനും കമ്മിറ്റിയൊക്കെ കഴിഞ്ഞാണ്. എന്തായാലും കല്യാണം അടിപൊളിയായിട്ട് ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെയാണ് മുംബൈയിലെ കല്യാണത്തിന് അറ്റപ്പിലെ. മുംബൈയിലുള്ള ഹജ്ജ് ഹൗസിന് മുമ്പ് കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കല്യാണം നടക്കണമായി തോന്നി. അവിടെ പുതിയാപ്പിളിൻ്റെ പുതിൻ്റെ പേര് ഫ്ലക്സൊക്കെ ഒട്ടിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മുംബൈത്തെ കല്യാണം ഇങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ 2-3 മലയാളീസിനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ അവിടുത്തെ ഉപ്പ കൈ കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ നേരെ പോയി മൂപ്പരെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ കേരളത്തിൽ നിന്ന് വരാണ്, ഇങ്ങനെ മുംബൈത്തെ കല്യാണം ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കയറിയതാണ് പറഞ്ഞത്. അപ്പോൾ എന്നോട് ചോദിച്ച് എന്താണ് ഇജ്ജ് ഫുഡ് കഴിച്ചോ, ഇല്ലെങ്കിൽ വാ നമുക്ക് ഫുഡ് കഴിക്കുക. അങ്ങനെ മൂപ്പര് അവിടുത്തെ ഒരാളെ വിളിച്ച് സെറ്റാക്കി തന്നിട്ടോ. ഫുഡൊക്കെ അങ്ങനെ സെറ്റാക്കി. മുംബൈ കല്യാണത്തിലെ വിഭവങ്ങളാട്ടോ. ചിക്കൻ, മട്ടൻ, ചാവൽ, ചിക്കൻ കടായി, മട്ടനൊക്കെയുള്ള മട്ടൻ. ഇതും ചിക്കൻ്റെ വേറെ എന്തോ കുറുമ കേട്ടോ. സീനാട്ടോ. കല്യാണം ഏകദേശം കഴിഞ്ഞു. മുംബൈ കല്യാണം. ചെങ്ങന്മാരെ മുംബൈയിലൊരു കല്യാണത്തിലാണുള്ളത്. വരെ നമ്മളെ ക്ഷണിച്ച് ചോറുന്നാണ്. അങ്ങനത്തെ വിഭവങ്ങൾ നോക്കി ചിക്കന്, മട്ടന്, ചിക്കൻ കടായി, മട്ടൻ ബീഫ്, അതെന്തൊക്കെ ചിക്കൻ എന്തോ ആണ് എല്ലാം ഉണ്ട് കേട്ടോ. സീനാണ്. കല്യാണോടെ ഏകദേശം കഴിയാനായിട്ടാണ് കേട്ടോ. ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ഉള്ളത്. വിഭവങ്ങളാട്ടോ അത് നമ്മൾ മാത്രമേ ഉള്ളൂ. ഞാനിങ്ങനെ കയറി ഒക്കെ